ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും വീരവാദങ്ങളുമായി അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തിയ ട്രംപിനും നെതന്യാഹുവിനും അവസാനം പ്രഷറിനുള്ള ഗുളിക കഴിച്ച് കൈകൊടുത്ത് പിരിയാനല്ലാതെ ഗസയുടെയോ പലസ്തീൻ്റെയോ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ഇവന്മാർ രണ്ടുപേരും കൂടി മാത്രം തീരുമാനിച്ചാൽ തീരുന്ന ഒരു കാര്യമല്ല ഈ ഗസയിലുള്ളത് എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നത്. ഈ ആഴ്ചയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ ഹമാസുമായി കരാറിലെത്തുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതിന് ശേഷം ഗാസ ചർച്ചകളിൽ യാതൊരുവിധ പുരോഗതിയും പ്രഖ്യാപിക്കാതെ നെതന്യാഹു വൈറ്റ് ഹൗസ് വിട്ടു എന്നാണ് പത്രങ്ങൾ ഈ കൂടിക്കാഴ്ചയെ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടും കൂടെ പോയിരുന്നിട്ട് വെറുതെ വാചകം അടിച്ച് കുശലം ചോദിച്ചു വന്നു എന്നല്ലാതെ 10 പൈസയുടെ ഗുണമുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. നെതന്യാഹു ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം കളം ഹമാസിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. ഗസയിലെ സ്ത്രീകളെയും കുട്ടികളെയും എത്രയധികം ഓരോ ദിവസവും കൊല്ലുന്നുവോ അത്രയധികം ശക്തിയും വളർച്ചയുമാണ് ഹമാസ് കൈവരിക്കുന്നത് എന്ന് അയാൾ അറിയുന്നില്ല. യുദ്ധത്തിൽ നിന്നും ഇതുവരെ മാറി നിന്നവർ പോലും തന്റെ സമ്പാദ്യമായ കുടുംബവും ഭാര്യയും കുട്ടികളും അതല്ലെങ്കിൽ ഉമ്മയും വാപ്പയും എല്ലാമായ പ്രിയപ്പെട്ടവർ മരിക്കുന്നതോടെ ഇനി താൻ മാത്രം ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹമാസിനൊപ്പം പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഹമാസ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് ആദ്യമുള്ളതിൽ നിന്നും വളരെയധികം ആളെണ്ണത്തിൽ ഹമാസ് മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ ഇസ്രായേൽ പ്രചരിപ്പിക്കുന്ന പോലെ ഒരിക്കലും ഹമാസിൽ ആളെണ്ണം കുറയുന്നില്ല, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ചില നേതാക്കളെ കൊന്നുകഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം അടുത്തയാൾ ആ സ്ഥാനത്തേക്ക് എത്തും. അതുകൊണ്ട് ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇപ്പോൾ ഹമാസിലുള്ള ഭൂരിപക്ഷം പേരും ജീവിക്കാൻ വേണ്ടിയല്ല പോരാടുന്നത് എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊന്നവരെ അതേപോലെ കൊല്ലാനും നശിപ്പിക്കാനും മാത്രം യുദ്ധം ചെയ്യുന്ന കുറെ ആൾക്കാരാണ് ഇപ്പോൾ ഹമാസിലുള്ളത്. ഈ യുദ്ധശേഷം ഗസയിൽ ബാക്കി വരുന്ന കുറച്ചു പേരുടെ അടുത്ത തലമുറയെങ്കിലും ഈ സൈനിസ്റ്റ് ഭീകരരുടെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടണം എന്നാണ് ഈ പോരാടുന്നവരുടെ പ്രധാന ലക്ഷ്യം. ഇക്കാര്യങ്ങൾ നെതന്യാഹു ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്ന അയാളുടെ തീരുമാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അയാൾ യുദ്ധത്തെ ഒരു ഗെയിമായിട്ടാണ് കാണുന്നത്. അയാൾ യുദ്ധം ചെയ്ത് തളരുമ്പോൾ 2 ആഴ്ച ഒരു വിശ്രമത്തിനായി ഇടവേള എടുക്കുകയും വീണ്ടും യുദ്ധം തുടരുകയും ചെയ്യുന്ന ഒരു ഗെയിം പോലെയാണ് അയാൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തീരുമാനത്തെയാണ് ഹമാസ് ഇത്തവണ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ നമുക്ക് യുദ്ധം തുടരാം എന്നാണ് നെതന്യാഹു മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ തള്ളിക്കൊണ്ട് ഹമാസ് പറയുന്നത്. അതിനർത്ഥം ഹമാസിന് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസം കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയൊരു ജീവിതം ഈ ജൂത സൈനിസ്റ്റുകളുടെ കാൽക്കീഴിൽ വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിക്കാനുള്ള കൊതി ഇപ്പോൾ ജൂതരിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ എതിർത്തിട്ടും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് നെതന്യാഹു എതിർക്കുന്നത്. അവർ പറയുന്നത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി തൊട്ടടുത്തുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് മറ്റൊരു രാഷ്ട്രം വന്നാൽ പോലും അവർക്ക് ഭയക്കേണ്ടതില്ല. അപ്പോൾ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ എക്കാലത്തെ ലക്ഷ്യം എന്താണെന്നാൽ തൊട്ടടുത്ത രാജ്യങ്ങളെ ആക്രമിച്ച് അവരെ വരുതിയിലാക്കുക, അവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുക. അതാണ് ആ ഒരു ഉദ്ദേശം മനസ്സിലുള്ളിടത്തോളം കാലം അതിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ അടിച്ചമർത്താനുള്ള ഒരു മോഹവും അവരുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് തൊട്ടടുത്ത് ഒരു രാഷ്ട്രം നിലവിൽ വന്നാൽ ഞങ്ങൾക്ക് അത് ഭീഷണിയാകുമെന്ന്. അവരുടെ ഉള്ളിലുള്ള ഈ മോഹം നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു ഭയം കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. എന്നാൽ നെതന്യാഹുവിന്റെ ആ തീരുമാനത്തെ പോലും പൊളിച്ചുകൊണ്ട് പലസ്തീൻ വേണമെങ്കിൽ ഞങ്ങൾ സ്വതന്ത്രമാക്കാം, പക്ഷേ പലസ്തീൻ ഞങ്ങൾ ഭരിക്കും എന്ന് നെതന്യാഹുവിനെ കൊണ്ട് പറയിക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഹമാസിന്റെ വിജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നേവരെ പലസ്തീനെ സ്വതന്ത്രമാക്കും എന്നൊരു വാക്ക് പോലും ഈ നെതന്യാഹുവിന്റെ വായിൽ നിന്ന് വീണിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്ഥാനത്താണ് ഇപ്പോൾ അയാൾ പറയുന്നത് വേണമെങ്കിൽ ഞങ്ങൾ പലസ്തീനെ സ്വതന്ത്രമാക്കാം, പക്ഷേ ഞങ്ങൾ അവരെ ഭരിക്കും. അപ്പോൾ സ്വതന്ത്രമാക്കിയാലും അങ്ങനെ ഭരിച്ചാലും കൊണ്ടാണ് ഗുണമായിരിക്കുന്നത്. പക്ഷേ അതും ഈ ഹമാസിന് സമ്മതമല്ല എന്നുള്ളതാണ്. സ്വതന്ത്രമാണെങ്കിൽ സ്വതന്ത്രമായിരിക്കണം, അതൊരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കണം. അവർക്ക് അവരുടേതായ ഭരണഘടനയും അവരുടേതായ നിയമങ്ങളും അവർക്കുണ്ടാവണം. അതല്ലാതെ അതിനകത്ത് കയറി വീണ്ടും ഇസ്രായേൽ കൈ കടത്തിക്കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര രാഷ്ട്രം എന്ന പദവി കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഹമാസ് അതിനെ എതിർക്കുന്നത്. എന്നാൽ ഈ കടുംപിടുത്തം പിടിക്കുന്ന നെതന്യാഹുവിൻ്റെ ഈ തീരുമാനത്തിനും പിന്നീട് മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞങ്ങൾക്ക് ഗസയും വേണ്ട, പലസ്തീനും വേണ്ട, ഞങ്ങൾക്ക് സമാധാനം മാത്രം മതി എന്ന് നെതന്യാഹുവിനെ കൊണ്ട് തന്നെ പറയിക്കുന്ന ഒരു കാലം അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് കാരണം ഇസ്രായേൽ ഗസയ്ക്ക് മേൽ ആക്രമണം വർദ്ധിപ്പിച്ചതുപോലെ തന്നെ ഹമാസും ഹൂത്തികളും ഇസ്രായേലിന് മേലും ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയും 5 ജൂത സൈനികരെയാണ് ഹമാസ് കൊലപ്പെടുത്തിയത്. 14-ലധികം സൈനികർക്ക് മാരകമായ പരിക്കും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്
ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്ന ഒരു ഔദ്യോഗിക കണക്കാണ്. അവർ പൊതുവെ കള്ളം പറയുന്നതുകൊണ്ട് ഇതിലും എത്രയോ അധികം ആൾക്കാരെ ഒരുപക്ഷെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതിൽ രസം ഹമാസിൻ്റെ 80% ശക്തിയെ ഞങ്ങൾ ക്ഷയിപ്പിച്ചു എന്ന് സൈനിക കമാൻഡർ പറഞ്ഞു തീരും മുൻപാണ് ഹമാസ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. അയാൾ പറയുന്നത് ഹമാസിന് ഇപ്പോൾ നേതൃത്വമില്ല, ആജ്ഞയില്ല, ആശയവിനിമയങ്ങളൊന്നുമില്ല, അതുപോലെ ഇവർക്കാർക്കും ശമ്പളമില്ല, ഇനി ശമ്പളം എത്തിയാൽ പോലും അത് കൊടുക്കാൻ ആളില്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആളില്ല, അവർ പൂർണ്ണമായ തകർച്ചയിലാണ് എന്നൊക്കെ കമാൻഡർ പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഹമാസ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തോടു കൂടി അക്ഷരാർത്ഥത്തിൽ സൈനിസ്റ്റുകൾ ഞെട്ടിപ്പോയി എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രായേൽ സൈന്യം, അതായത് IDF, നെതന്യാഹുവിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഗസയിൽ സൈന്യം ഓരോ ആക്രമണം ഘടിപ്പിക്കുമ്പോഴും അത് നെതന്യാഹുവിൻ്റെ കസേര ഇളക്കുന്നതിന് തുല്യമാണ്. ഇതിലൂടെ നെതന്യാഹു മരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഈ സൈന്യം വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാളെ മറിച്ചിടുകയോ അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലാതെ യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല എന്ന് സൈന്യത്തിന് തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സൈന്യം ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ആരും അനുസരിക്കുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകൾ കാണാം. ഈ സൈന്യം പറയുന്നത് വിശ്വസിച്ച് ഗാസയുടെ കൂടുതൽ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് വരച്ച ഒരു മാപ്പുമായി നടന്ന നെതന്യാഹു ഇപ്പോൾ ഹമാസിന്റെ ശക്തി മനസ്സിലാക്കി വരുന്നതോടെ പുതിയ മാപ്പ് മാറ്റിവരയ്ക്കാൻ തയ്യാറാവുന്നു എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിൽ ഹമാസുമായി ഒത്തുതീർപ്പിലെത്തിയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അത് പലസ്തീനിലെ തന്നെ ഹമാസ് വിരുദ്ധരും അധികാരമോഹികളുമായ ചിലരുടെ അഭിപ്രായങ്ങളാണെന്നും അതൊരിക്കലും ഹമാസിൻ്റെതല്ലെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരക്കാരുടെ ലക്ഷ്യം ഇസ്രായേലിന്റെ അധികാരത്തിലോ അടിമത്തത്തിലോ ആണെങ്കിലും കുഴപ്പമില്ല, അവർക്ക് പലസ്തീൻ ഭരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളിലുള്ളൂ എന്നുള്ളതാണ്. അതിനുവേണ്ടി പലസ്തീനും ഈ ഗസയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും പലസ്തീൻ ഇസ്രായേലുമായി അബ്രഹാം കരാറിൽ ഒപ്പുവെക്കണമെന്നും ഇവരിൽ ചിലർ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. അടിമത്വം അവർ ആസ്വദിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണിത്. ഇങ്ങനെ വാദിച്ച വാദി അൽ ജബാദി എന്നൊരുത്തന്റെ കാറ് ഇന്നലെ ആരോ കത്തിച്ചതിലൂടെ പലസ്തീനികൾ പോലും ഇത്തരക്കാരെ അംഗീകരിക്കാതെ ഹമാസിനൊപ്പമാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അടുത്ത ദിവസം ഇവനെപ്പോലുള്ളവരെ ആരെങ്കിലും കൊന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതിനിടയിൽ ഹൂത്തികൾ മാക്സിമം പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ അറിയണം. അവർ ജൂതരാജ്യത്തേക്ക് ദിവസവും മിസൈലുകൾ അയക്കുന്നത് പോരാഞ്ഞിട്ട് ഈ കഴിഞ്ഞ 2 ദിവസം ചെങ്കടലിൽ 2 കപ്പലാണ് അവർ മുക്കിയിട്ടുള്ളത്. ഈ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വേറെ ചില തിരക്കിലാണ്, എനിക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഇസ്രായേലിലേക്ക് ചരക്കുമായി വന്ന ലൈബീരിയയുടെയും ഗ്രീസിൻ്റെയും കപ്പലുകളാണ്. ആളില്ലാത്ത റിമോട്ടിംഗ് ബോട്ടുകൾ കൊണ്ട് ഇടിപ്പിക്കുകയും മിസൈൽ ആക്രമണവും നടത്തിയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഹൂത്തികൾ ഈ കപ്പലുകൾ മുക്കിയിട്ടുള്ളത്. 2 കപ്പലിലും കൂടി ആയിട്ട് 10-12 പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതോടെ ഹൂത്തികളും ട്രംപുമായിട്ടുള്ള കരാറിന് ശേഷം ചെങ്കടൽ വഴി ആടിപ്പാടി ചരക്കുമായി ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരുന്ന കപ്പലുകളെല്ലാം ഇപ്പോൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. വീണ്ടും ആക്രമണം ഉണ്ടാവുമെന്നാണ് ഹൂത്തികൾ ഭീഷണിപ്പെടുത്തുന്നത്. അതായത് ഗസയിലെ ആക്രമണം എത്രയധികം വർദ്ധിപ്പിക്കുന്നു, അതിനു പകരമായി ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിക്കുകയും ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യും എന്ന് ഹൂത്തികൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇവരിങ്ങനെ കപ്പലുകളെ ആക്രമിക്കാൻ പ്രധാന കാരണം മറ്റൊന്ന്, ഈ മെനിഞ്ഞാന്ന് ഇസ്രായേൽ ഭീകരമായ ഒരു ആക്രമണം ഹൂത്തികളുടെ ഹുദൈദ തുറമുഖവും എല്ലാം കേന്ദ്രമാക്കി നടത്തിയിരുന്നു. അവർക്ക് ഒരുപാട് നഷ്ടമുണ്ട്. അതായത് ഇറാന്റെ ആയുധങ്ങൾ ഈ തുറമുഖത്താണ് എത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ അവിടേക്ക് ആക്രമണം അഴിച്ചുവിട്ടത്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ കപ്പലുകളെ ഇവർ മുക്കിയത്. പിന്നെ അവർക്കൊന്നും നോക്കാനൊന്നുമില്ലല്ലോ. അമേരിക്ക ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന് ഹൂത്തികൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആ ഒരു ഗതിയിലാണ് ഉള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഇറാനോട് ഇനി അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മറ്റു അഭ്യാസങ്ങളോ ഒന്നും ചിലവാകാത്തത് കൊണ്ട് ഹൂത്തികൾക്കോ ഹമാസിനോ എത്രയധികം ആയുധങ്ങൾ വേണമെങ്കിലും ഇറാനിൽ നിന്നും പരസ്യമായി എത്തിയാൽ പോലും അത് നോക്കി നിൽക്കാനല്ലാതെ ട്രംപിനോ നെതന്യാഹുവിനോ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൂത്തികളും ഈ ഹമാസുമൊക്കെ ഇസ്രായേലിന് മേൽ ആക്രമണം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഒരുപാട് ആയുധങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇവരുടെ 2 പേരുടെ ആക്രമണം ഇങ്ങനെ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇവർക്കിങ്ങനെ ആയുധങ്ങൾ കൊടുക്കുന്ന ഇറാനെ എങ്ങനെയെങ്കിലും അമേരിക്കയെ കൊണ്ട് വീണ്ടും ഒന്നുകൂടി ആക്രമിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് നെതന്യാഹു അമേരിക്കയിലെത്തിയത്. എന്നാൽ ട്രംപ് കളസം കയറിയിരിക്കുന്നത് കൊണ്ട് അവർ ശക്തരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും 2 കൊല്ലത്തേക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള അവരുടെ സകല ശക്തിയും ഞാൻ തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നെതന്യാഹുവിനെ നിരാശപ്പെടുത്തി ട്രംപ് അതിൽ നിന്നും വിദഗ്ധമായിട്ട് ഒഴിയുകയാണ് ഉണ്ടായത്. ഇറാനിലുണ്ടായിരുന്ന ആണവ പരിശോധകരെ മുഴുവൻ അടിച്ചു പുറത്താക്കി അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആണവ ഏജൻസി തന്നെ സമ്മതിക്കുകയും
ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നത് വീണ്ടും തുടരുകയാണ്, ഞങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല എന്ന് ഇറാൻ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് പറയുന്നത്, ഞാൻ അവരുടെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ അടിച്ചു തകർത്തു, അവർക്ക് ഇനി 2 കൊല്ലത്തേക്ക് ആണവ ആയുധമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെ. അതിനെല്ലാം അവർ വളരെ ശക്തരാണെന്നും ഈ ട്രംപ് സമ്മതിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് അമേരിക്ക ഇറാനെ നന്നായി ഭയക്കുന്നു എന്ന് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണമെന്നില്ല. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ശരിക്കും ഭയമാണ്, അല്ലെങ്കിൽ ട്രംപിന് ഭയമാണ്. അതല്ലാതെ ചില യൂട്യൂബേഴ്സ് പറയുന്ന പോലെ ഇറാൻ തീർന്നു, ഇറാൻ ഇനി ഒന്നും അനങ്ങാൻ പറ്റത്തില്ല, അവരിപ്പം തെണ്ടി നടക്കുകയാണ് എന്നൊക്കെ ഒരു കാര്യമില്ല പറഞ്ഞിട്ട്. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അത് അവരുടെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അത് വാസ്തവമല്ല. നിങ്ങളാരും അത് വിശ്വസിക്കരുത്. ഇറാനൊന്നും സംഭവിച്ചിട്ടില്ല. അവരെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അവർ വീണ്ടും ഇറാനെ ആക്രമിക്കാനൊക്കെ തയ്യാറാവുന്നൊക്കെ ഉണ്ട്. അത് എപ്പോൾ നടക്കും, എത്രത്തോളം കഴിയും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയാൻ കഴിയും. ചിലപ്പോൾ ഒരുപക്ഷെ ആക്രമിച്ചേക്കാം. അതൊരു അവസാനത്തെ ആക്രമണമായിരിക്കും, ഒടുക്കത്തെ ആക്രമണം എന്ന് പറയലേ, ഒടുക്കത്തെ ഒരു ആക്രമണമായിരിക്കും. അതോടുകൂടി ഇസ്രായേലിന്റെ പണിയും തീരും. അമേരിക്കയ്ക്ക് പിന്നെ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് കയറാനും കഴിയില്ല. അത്രയധികം ശക്തമാണ്. ട്രംപ് തന്നെ അത് സമ്മതിക്കുന്നുണ്ട്, അവർ അതിശക്തരാണെന്ന്. ഇറാന് ഒറ്റയ്ക്ക് ഈ 2 കൂട്ടരെ നേരിടാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ 2 ശക്തികളെന്ന് അഭിമാനിച്ചു നടക്കുന്നവന്മാരാണ് ഇവന്മാരെ. ഒറ്റയ്ക്ക് ഇറാൻ തന്നെ നേരിട്ട് ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുമായി യുദ്ധം ചെയ്ത് ഒരു പരിക്കും പറ്റാതെ അവർ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ, ഇവരെ 2 പേരെക്കാൾ മുകളിലാണ് ഇറാന്റെ ശക്തി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ അമേരിക്ക ശക്തിയാണ്, ഇസ്രായേൽ ശക്തിയാണെന്ന് നമ്മൾ പറയുന്നത്? ഒരിക്കലും യുദ്ധം അവസാനിപ്പിച്ചത് ഇറാനല്ല, അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് അവർ ജയിച്ചു എന്ന് പറയുന്നത്? അങ്ങോട്ട് കയറി യുദ്ധം ചെയ്ത് രക്ഷയില്ലാന്ന് കണ്ടപ്പം സ്വയം കാല് പിടിച്ചിട്ട് ക്ഷമിക്കണം, നമുക്ക് തൽക്കാലം യുദ്ധം നിർത്താം എന്ന് പറയുന്നതിൻ്റെ പേരാണ് പരാജയം. ഇറാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനി 6 മാസത്തോടെ ഈസിയായിട്ട് ഉമ്മാനെ അടിക്കാനുള്ള സാധനമല്ല ഞങ്ങളുടെ ഇരിപ്പുണ്ട്, ഇനി അത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരും, വീണ്ടും വരും. പിന്നെ ഇറാനെ സംബന്ധിച്ച് അവർക്ക് യുദ്ധ പരിചയമുണ്ടല്ലോ. 8 കൊല്ലമാണ് അവർ ഇറാഖുമായി അടിച്ചത്. എന്നിട്ട് ഇറാൻ തകർന്നു പോയോ? ഒന്നും സംഭവിക്കില്ല. കാരണം അവർക്ക് അതുപോലെ വരുമാനമുള്ള രാജ്യമാണ്, ജനങ്ങളും ഒറ്റക്കെട്ടാണ്. അലി ഖാംനയുടെ ഭരണകൂടത്തെ മറിച്ചിടണമെന്ന് ഈ നെതന്യാഹുവും ട്രംപും ഒക്കെ വലിയ വീരവാദം അടിക്കുന്നുണ്ട്. അവരങ്ങ് പോയി മറിച്ചിട്ടാൽ പോരെ, അവർക്കതിന് കഴിയുന്നില്ലല്ലോ. ജനങ്ങൾ അവിടെ ഒറ്റക്കെട്ടാ. അത് യുദ്ധം കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയ്ക്കൊക്കെ മനസ്സിലായ കാര്യം. ഒറ്റക്കെട്ടാണ്. അല്ലെ തന്നെ ഏതൊരു രാജ്യത്തെയും രാജ്യസ്നേഹമുള്ളവർ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കും, ഭരണകൂടത്തിനൊപ്പം നിൽക്കും. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചില്ലേ? പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായപ്പോൾ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഗവൺമെന്റ് ഒപ്പമാണ് നിന്നത്. അതുപോലെ എല്ലാ രാജ്യത്തും സംഭവിക്കും. അക്കാര്യത്തിൽ ഇസ്രായേലിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇസ്രായേൽ ഒരൊറ്റ മനുഷ്യൻ പോലും ഇസ്രായേലി ഭരണകൂടത്തിനൊപ്പമില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഇപ്പോൾ നെതന്യാഹു ചെയ്യുന്ന യുദ്ധത്തിന് യാതൊരുവിധ ന്യായവുമില്ലെന്ന് ഇസ്രായേലികൾ പോലും വിശ്വസിക്കുന്നു. ഇവനൊക്കെ ചുമ്മാ നടന്ന് അടിക്കാണ്, അവൻ്റെ രാഷ്ട്രീയം നിലനിർത്താൻ വേണ്ടി കളിക്കുന്നതാണ് എന്ന് ഇസ്രായേലികൾക്കും മനസ്സിലായതുകൊണ്ടാണ് അവർ അയാളെ എതിർക്കുന്നതും യുദ്ധം ചെയ്യേണ്ട നിർത്താവൂ എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗസയിൽ സംഭവിക്കുന്നത്. ഇരു കൂട്ടർക്കും സമ്മതമായ ഒരു കരാർ ഉറപ്പിക്കാതെ ഒരിക്കലും ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു യുദ്ധാവസാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലസ്തീന് ഉപാധികളില്ലാത്ത ഒരു സ്വാതന്ത്ര്യം നൽകുകയല്ലാതെ നെതന്യാഹുവിൻ്റെ മുന്നിൽ മറ്റ് യാതൊരു വഴിയുമില്ല. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ നെതന്യാഹു അമേരിക്കയിൽ പോയിരുന്ന് ട്രംപുമായി കുപ്പി വെട്ടിച്ച് മദ്യമടിച്ചാൽ ഏകപക്ഷീയമായിട്ടൊന്നും ഗോളടിക്കാൻ കഴിയില്ല. അതിനുള്ള കരുത്തും അയാൾക്ക് ഇപ്പോഴില്ല. മറുപക്ഷം വളരെ ശക്തമാണ് ഇറാന്റെ കീഴിൽ. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിക്കും ഈ ഗസയിലെ പ്രശ്നം ട്രംപ് വിചാരിച്ചാൽ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ട്രംപ് വിചാരിച്ചാലേ ഇക്കാര്യം കഴിയൂ എന്നുള്ളതാണ്. അത് ഇവന്മാർ തമ്മിലുള്ള ഈ മദ്യപാനത്തിനിടയിൽ നെതന്യാഹുവിൻ്റെ ഗ്ലാസ്സിലോട്ട് ട്രംപ് ഒരിത്തിരി വിഷം ഒടിച്ചു കൊടുത്താൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം നെതന്യാഹു ആണ് ഇതിൻ്റെ പിന്നിലുള്ള ഏക പ്രശ്നം. അയാൾ അവസാനിക്കുന്നതോടെ യുദ്ധം തീരും. ഇപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഗസ പിടിച്ചെടുക്കണം, ഗസക്കാരെ നാട് കടത്തണം എന്നൊക്കെ ഒരുപാട് മോഹങ്ങളുണ്ട്. ആ മോഹങ്ങളെല്ലാം ഇവനൊരല്പം വിഷമൊഴിച്ച് കൊടുക്കുന്നതോടുകൂടി തീരുമെന്നുള്ളതാണ്. അതോടുകൂടി ഈ ഇസ്രായേൽ അങ്ങോട്ട് ഒതുങ്ങും. പിന്നെ നെതന്യാഹുവിനെ പോലെ കടുംപിടുത്തമുള്ള നേതാക്കന്മാരാരും ഇസ്രായേലിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുകയും പലസ്തീന് സ്വാതന്ത്ര്യം നൽകുകയും ഹമാസുമായിട്ട് ചിലപ്പോൾ കൈകൊടുത്തായിരിക്കും സംഭവം പിരിയുന്നത്. അത്രയും വലിയ സൗഹൃദത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലൊന്നും പേടിക്കേണ്ടതില്ലല്ലോ. ഇപ്പം ശരിക്കും ഖത്തറിൽ നടക്കുന്ന ചർച്ച പോലും ഹമാസിൻ്റെ പ്രതിനിധികളുമായിട്ടല്ല എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേൽ സംഘത്തിനും യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലാത്തവരാണെന്ന് ഈ പലസ്തീൻ ഈ ചർച്ചക്കാരും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ട് ഇവന്മാർ രണ്ടുപേരും കൂടിയിട്ട് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഹമാസിനെ അറിയിക്കും, പത്രക്കാർക്കും കൊടുക്കും. അതെ ഇപ്പം നാളെ ഇപ്പോൾ തീർപ്പാവും,
പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഹമാസ് പറഞ്ഞതനുസരിച്ചു. തീരുമാനങ്ങൾ ഹമാസിനെ അറിയിക്കും, ഹമാസ് അത് തള്ളിക്കളയുകയും ചെയ്യും. ഇതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലായ അമേരിക്കയുടെ ഈ ഇടനിലക്കാരനായ വിറ്റ്കോഫ് ഇപ്പം മാറി നിൽക്കുകയാണ്. അയാൾ പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് എന്നെ വിളിക്കും, ഞാൻ വരാം എന്നാണ് അയാളിപ്പോൾ പറയുന്നത്. അയാളിപ്പോൾ ഖത്തറിലേക്കില്ല, അയാളോട് നിന്ന് വണ്ടി വിട്ടു. യുദ്ധം നെതന്യാഹുവിനെ കൂടുതൽ ദുർബലമാക്കുമെന്നൊന്നും മനസ്സിലാക്കിയ ഹമാസ് കൂടുതൽ ഡിമാൻഡുകളാണ് ഇപ്പോൾ മുന്നിൽ വയ്ക്കുന്നത്. അത് ഗസയ്ക്ക് ഇനി ഒരിക്കലും ഭീഷണിയില്ലാത്ത വിധം നെതന്യാഹുവിൽ നിന്നുള്ള ഒരു കരാറാണ്. ട്രംപിൽ നിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട് വെറുതെ അമേരിക്കയ്ക്ക് പോയി വണ്ടിക്കൂലി കളയേണ്ടെന്ന് നെതന്യാഹു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ടാവും. ശരിക്കും നെതന്യാഹു ഇപ്പോൾ നിസ്സഹായതയുടെ നടുക്കടലിലാണ്. അയാൾക്ക് ഉറക്കമില്ല, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല, മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല. കുറെ ആൾക്കാരെ സ്ഥിരം ഇങ്ങനെ കൊല്ലുന്നത് കൊണ്ട് പ്രഷർ കൂടുന്നതല്ലാതെ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. ഹമാസ് അടുക്കുന്നുമില്ല. ഈ പ്രശ്നങ്ങൾ അവസാനിക്കാൻ വേണ്ടി ട്രംപ് നെതന്യാഹുവിന് വിഷം കൊടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് നെതന്യാഹു തന്നെ അടുത്ത ദിവസം ഉറക്കവളി ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകളുടെ അവസാനിപ്പിക്കുകയാണ്.